സ്മൃതികൾക്കിടയിൽ ഒരു ഗീതകം. നിങ്ങളുടെ അമ്മയും കൂടിയാണ് കിടന്നത്. ജോബി പറയുന്നത് വേറൊരാളാണ് കിടന്നു. അങ്ങനെയാണെങ്കിൽ മൊബൈലിൽ പടം കാണിക്കാതെ സാധാരണ ഒരു ഭാര്യ, അതൊക്കെ ഒരു ഭാര്യയും ഭർത്താവിന്റെ കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. എന്താ ഫോട്ടോ ഒക്കെ കാണിച്ചോ നിങ്ങൾ? ഇല്ല, അതൊക്കെ ചുമ്മാന്നാണ് പറയണേ. ആരില്ല അങ്ങനെ കാണിക്കുമോ? കള്ളം പറഞ്ഞല്ല. ഞാൻ ഒരു ഭർത്താവ് അങ്ങനെ കള്ളം പറയോ ഒരു ഭാര്യയെ പറ്റി? അത് പറഞ്ഞു പിന്നെ നിങ്ങൾ തമ്മിൽ വഴക്കേ ഉണ്ടായിട്ടില്ല. ഈ സംഭവം ഉണ്ടായി. ഞാൻ ഇതെല്ലാം എന്റെ നാട്ടിൽ അവിടെ ആൾക്കാരൊക്കെ പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായി എന്നുള്ളത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെല്ലാം പറഞ്ഞു. ഏത് ആൾക്കാരുടെ അടുത്ത് പറയുന്നത്? ഭാര്യയോടല്ലേ? വീട്ടിൽ പറഞ്ഞപ്പം ഇനി എന്നോട് വീട്ടിൽ പറഞ്ഞ് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് നമ്മൾ ആരും പറയാൻ. അന്നല്ലേ നിങ്ങൾ ആദ്യമായിട്ട് കുടിക്കുന്നത്? ഞാൻ അങ്ങനെ അന്നത്തെ ദിവസം ഞാൻ കുടിച്ചിട്ടില്ല. അല്ല, അന്ന് കുടിച്ചല്ലോ? കുടിച്ചിട്ടില്ല. ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ കുടിക്കില്ല. അവർ ചുമ്മാ പറഞ്ഞ ഞാൻ മദ്യപിക്കാത്ത ആളാണ്. ഞാൻ മദ്യപിക്കാറില്ല. പിന്നെ മദ്യപിക്കാത്ത ആളെങ്ങനെ കുടിക്കണേ? ഇങ്ങനെ ഇവിടെ കുടിച്ചിട്ടുണ്ടെന്ന് ഇവിടെ പലരോടും നിങ്ങൾ സമ്മതിച്ചല്ലോ. അന്ന് ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ കുടിച്ചെന്ന് എന്നാ കുടിച്ചെന്നറിയോ? വീട്ടില് ഇള പെങ്ങളുടെ അളിയൻ വന്നു കഴിഞ്ഞപ്പം അന്ന് പനങ്കള മേടിച്ച് കഴിഞ്ഞപ്പോൾ ഈ വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പം അളി ഞാൻ പറയാം ഞാൻ കുടിക്കല പറഞ്ഞ അളിയ ഒരു സഹിക്കാൻ. അല്ല, അന്നല്ല നിങ്ങൾ കുടിച്ചത്. അന്നാ കുടിച്ചത്. അല്ല വേറെ ഞാൻ നിങ്ങളെ പറഞ്ഞ് കിണർ കുടിക്കാൻ അന്നാണ് ആദ്യമായിട്ട്, കള്ളാന്ന് പോലും അറിയില്ല, ആദ്യമായിട്ട് കുടിച്ചതെന്ന് നിങ്ങൾ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ഒരു മണിക്കൂറിന് മുമ്പ് പറഞ്ഞ കാര്യം എങ്ങനെ നിങ്ങൾ മാറ്റി പറയും? എന്താ ജോബി ഇത് മാറ്റി പറയുന്നത്? അസുഖമുണ്ടോ? കുടിക്കാറില്ല. അന്ന് കുടിച്ചു, ഒരു ദിവസം കുടിച്ചു, അത് വലിയ കാര്യമല്ല. കുടിച്ചല്ലോ. അപ്പോൾ നിങ്ങളുടെ കുടിച്ച് നിങ്ങൾക്ക് തോന്നിയതായിക്കൂടെ? ആരുടെ കൂടെയോ ഭാര്യ കിടക്കുന്നതായിട്ട് തോന്നിയതായിക്കൂടെ? നിങ്ങൾ എന്തിനാ ചേച്ചിയുടെ മുറിയിലോട്ട് പോയത്? ചേച്ചിയുടെ മുറിയിലോട്ടൊന്നും ഞാൻ പോയില്ല. ഞാൻ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. എനിക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ എന്തിനാണ് വന്നത് നമുക്കറിയില്ല. എന്തിനാ അവിടെ ചേച്ചിയുടെ മുറിയിലോട്ട് പോയതും പിന്നെ ആവശ്യമില്ലാതെ നിങ്ങളുടെ ഭാര്യയെ പറ്റി ഇങ്ങനെ ഒരാളുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുന്നതും? ചുമ്മാ സംസാരിച്ചതല്ല, എന്തെങ്കിലും കാരണമുണ്ട്. എന്ത് കാരണം? കാരണം ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞത്. എനിക്ക് കണ്ട കാര്യം കണ്ടു. പിന്നെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങളെ പിന്നെ അവർ പോയി വിളിക്കാൻ കണ്ടെങ്കിലും വിളിക്കാതിരിക്കാൻ വേറെ ഉണ്ടായിട്ടില്ല. എനിക്ക് ഇത് വേറെ ഞാൻ എന്നെ വേറെ എന്തെങ്കിലും ഇത് ഉണ്ടോ? അസുഖം വന്നാൽ നിങ്ങൾക്ക് മരുന്ന് കൊടുക്കാൻ ഒരാൾ വേണം. അതിനാണ് കൊണ്ട് വിളിച്ചത്. വീട്ടിലാരില്ലാത്ത അവസ്ഥയൊക്കെ ആയതുകൊണ്ടാണ്. നിങ്ങൾ എന്തിനാ ഒരു സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെ ആവശ്യമില്ലാതെ മറ്റവൻ്റെ കൂടെ കിടന്നു, ഇവളുടെ കൂടെ കിടന്നു എന്നൊക്കെ? ഭാര്യയെ പോയി അടിക്കണ്ടേ? അങ്ങനെ കണ്ടോണ്ട് അയാളെ പിടിച്ചടിക്കും. ശരി, അയാൾ ഓടിപ്പോയി, ഭാര്യ അവിടെ ഉണ്ടായിരുന്നില്ലേ? ഭാര്യയുണ്ടെങ്കിൽ ഞാൻ തല്ലിക്കഴിഞ്ഞാൽ അവളെ ഞാൻ തിരിച്ച് തല്ലിയല്ലേ? എനിക്ക് തല്ലാൻ പറ്റിയല്ലോ അതിലെ വിഷയം. ഞാൻ തല്ലിക്കഴിഞ്ഞാൽ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു 3 ഒന്നിച്ച് കിട്ടും. അദാലത്തിന് ഇവരോട് ഈ ഷീനയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഷീന എന്തിനാ വീട്ടിൽ പോയത്? വീട്ടിൽ ഞാൻ പറഞ്ഞ പ്ലാസ്റ്റിക് അടിക്കണ പണിയുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ പോയത്. അത് കഴിഞ്ഞപ്പോഴേക്കല്ല പറഞ്ഞത് അളിയൻ്റെ കൊച്ചാണ്, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെ നടക്കുന്നവരാന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ എല്ലാം അയലോക്കംകാരോടും മുതൽ എല്ലാവരോടും പുള്ളിക്കാരൻ പറഞ്ഞിടുന്നു. ഇപ്പോൾ എത്ര കൊല്ലമായി പോയിട്ട്? 2 വർഷം ആകുന്നു. ആയില്ല, 2 വർഷം ആകുന്നു. അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിലാണോ പോയത്? പിന്നെ ഇയാൾ വന്നത് എന്തിനാ? പലവട്ടം വരാറുണ്ടോ? ഇല്ല, പോയ ശേഷം ഇല്ല, വന്ന പിന്നെ 2 3 പ്രാവശ്യം വന്നിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വട്ടം വന്നപ്പോഴാണ് ഈ ജെയിംസുമായിട്ടുള്ള ബന്ധം കണ്ടു എന്ന് പറയുന്നത്. അല്ലാത്തപ്പോഴൊന്നും കണ്ടിട്ടില്ല. ഇല്ല, അതിനങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലല്ലോ. അല്ല, നടന്നു എന്ന് പറയുമല്ല, ആരോപണം. അങ്ങനെ നിങ്ങൾ കണ്ടെങ്കിൽ സ്വന്തം ഭാര്യ മറ്റു പുരുഷന്റെ കൂടെ കിടക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ മറ്റാരോടും പറയാഞ്ഞത്? ഞാൻ വീട്ടിൽ മാത്രമേ പറഞ്ഞുള്ളൂ. ആരോട് പറഞ്ഞു? വീട്ടിൽ അമ്മയോടും എൻ്റെ സഹോദരന്മാരോടും പറഞ്ഞുള്ളൂ. നിങ്ങളുടെ അച്ഛൻ അപമര്യാദമായിട്ട് ഭാര്യയോട് പെരുമാറി, നിങ്ങൾ എന്ത് നടപടിയെടുത്ത്? അച്ഛൻ പെരുമാറുന്ന അവൾ ആരോപിക്കുന്നതല്ലേ? ഞാൻ ചോദിച്ചു അച്ഛൻ ഞാൻ ചെയ്തോന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അങ്ങനെ അച്ഛൻ അങ്ങനെ ഇന്നും അങ്ങനെ ചെയ്യാറില്ല, ഒരു സംഭവം ഉണ്ടായിട്ടില്ല അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ച്, ഭാര്യ പറഞ്ഞത് അവിശ്വസിച്ചു ആണോ? അങ്ങനെ അല്ല, എനിക്കറിയാം. അതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ? ഇല്ല, യാതൊരു വാസ്തവവും ഇല്ല. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ അളിയനെ ഭാര്യയുടെ കൂടെ കിടക്കാൻ അനുവദിച്ചു? ഭാര്യ കിടക്കുന്ന മുറിയിൽ അന്യപുരുഷനെ കിടക്കാൻ എന്തുകൊണ്ട് അനുവദിച്ചു? ഞങ്ങളോട് ഒന്നിച്ചല്ലേ കിടന്നു, വേറെ ആരും ഇല്ലായിരുന്നേ. നിങ്ങൾ ഇറങ്ങി പോയല്ലോ അവിടുന്ന്. എന്നിട്ട് മറ്റേ ആള് അളിയൻ വന്ന ഭാര്യ കിടക്കുന്ന മുറി കിടന്നല്ലോ. അയാൾ ഭാര്യയെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് നടപടിയെടുത്ത്? അവളെ പിടിച്ചോട്ടെ എന്ന് കരുതിയോ? അങ്ങനെയില്ല. ഞാനിപ്പോൾ എന്താ ചെയ്യണ്ട? സാധാരണ പുരുഷന്മാരൊന്നും ചെയ്യുന്നതല്ല. ആരെങ്കിലും സ്വന്തം ഭാര്യയെ അന്യ പുരുഷന്മാർ കയറി പിടിച്ചാൽ കയ്യും കെട്ടി അയ്യോ ഞാനെന്താ ചെയ്യുന്നേ എന്നും പറഞ്ഞാണോ നിൽക്കുന്നത്? അങ്ങനെയില്ല, ഞാൻ പറഞ്ഞു. പിന്നെ
ജെയിംസുമായിട്ട് ഇവരെ കണ്ടെന്ന് പറയുന്നത്. നിങ്ങൾ അവിടെ ചെന്ന ദിവസം നോക്കി നിന്നേ അതോ ജെയിംസ് ഇവരുടെ കൂടെ കിടക്കാനായിട്ട്? ഞാൻ ചെന്ന ദിവസം സംഭവം നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെല്ലാൻ നോക്കിയിരുന്നത് ഇവരുമായിട്ട് ഒത്തു കഴിയാൻ? അതെനിക്കറിയത്തില്ല അതിനെ പറ്റി. ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ കാണാനായിട്ട് പല എവിഡൻസുകളും നിങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുക. ഇല്ല, അതൊന്നും ചുമ്മാ ഉണ്ടാക്കിയതല്ല മാഡം. അപ്പോൾ ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു ഭർത്താവ് പോലും ഇത്രയും വൃത്തികെട്ട കാര്യങ്ങൾ പറയുന്ന നിങ്ങൾ പറയുന്ന ഒരു സെൻറ്റൻസ് പോലും വിശ്വസിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ല കേട്ടോ. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഷീന പിണങ്ങിപ്പോയെന്ന് ചോദിച്ചു. ഇദ്ദേഹം പറഞ്ഞത് ഈ കാരണമൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞത് ഭർത്താവിന് താല്പര്യമില്ല, ഭർത്താവിന് ആരോഗ്യമില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ ചില കാര്യങ്ങൾ, അല്ല ചില പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ കിട്ടാത്തത് വന്നതുകൊണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പോയി സ്വന്തം വീട്ടിൽ താമസിക്കുന്നതെന്ന് പറയുന്നത് ധിക്കാരപരമായ നടപടിയായിട്ട് നമുക്ക് കാണാനൊക്കെ ഉള്ളൂ. അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഈ ഭർത്താവിനെ കൊണ്ട് എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണോ പോയത്? അങ്ങനെ തീരുമാനിച്ചിട്ടല്ല പോയത്. അത് പിന്നെ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്താ? പുള്ളിക്ക് നമ്മളെ താല്പര്യമില്ലായിരിക്കാം. അതല്ല, പുള്ളി പറഞ്ഞ മറിച്ചാണല്ലോ പറയുന്നത്. നിങ്ങൾക്ക് അവർ അങ്ങനെ താല്പര്യമില്ലെന്നുള്ളതാണ് അങ്ങനെ പറയുന്നത്. ഇതെല്ലാം നുണകളാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഷീന, മനസ്സിലായോ ഇവർ പറയുന്നത് എന്താണെന്ന്? നിങ്ങളുടെ ജീവിതം തൃപ്തികരമല്ലാന്ന ഒരു കാരണത്തിന് വേണ്ടിയാണോ നിങ്ങൾ പോയത്? ആണോ? ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലല്ല, നിങ്ങൾ പറഞ്ഞ മാറ്റമില്ല. ഇല്ല. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത്? ബോധ്യപ്പെട്ടതെന്ന് വെച്ചാൽ എനിക്ക് വില വന്നു കഴിഞ്ഞപ്പോഴേക്കും, വില വരുന്ന മുമ്പ് ഞങ്ങൾ യാതൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. വില വന്നു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയാണ്. അതോ അങ്ങനെ വസ്തുതയുണ്ടോ? ഉണ്ട്. വില വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വില അടുത്ത് അങ്ങനെ പോകാറില്ലായിരുന്നു. അപ്പോൾ ഇവൾ ഇങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെയ്യും. വില വന്നപ്പോൾ അങ്ങോട്ട് പോകുന്നില്ലല്ലോ. അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി നമുക്ക് താല്പര്യമുണ്ടിരിക്കും. എനിക്കൊന്നും താല്പര്യമില്ല. അങ്ങനെ അവസ്ഥ വന്നുകൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, മേലാതെ കിടന്ന സമയത്തല്ല, അല്ലെങ്കിൽ കൊച്ചുണ്ടാകിയല്ലോ, രണ്ടാമത്തെ കൊച്ചുണ്ടാകിയല്ലോ. ഞങ്ങൾ ചോദിക്കാൻ വന്നൊരു ഭാഗമാണ്, ചോദിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ. ചോദിക്കാൻ വന്ന സംഗതിയാണ്. പക്ഷെ അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് അസുഖം എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് അസുഖം ഉണ്ടായ എന്നാണ് ഉണ്ടായി കഴിഞ്ഞാൽ അസുഖം ഉണ്ടായത്. ഉണ്ടോ? അപ്പോൾ അത് അങ്ങനെ പറഞ്ഞത് ശരിയാണെന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അസുഖം ഉണ്ടായത്. ഞാൻ ചോദിക്കട്ടെ, എന്നോടും എൻ്റെ പിള്ളേരോടും ആരോടും സ്നേഹമില്ല. അതൊന്നാമത്തെ വിഷയം. സ്നേഹമില്ലെന്ന് നമുക്ക് തോന്നണതാണ്. ഞാൻ യാതൊരു കുഴപ്പമില്ല സാറേ. ഞാൻ എല്ലാ കൂട്ടം സാധനം മേടിച്ചു കൊടുക്കുകയില്ല. ഭർത്താവ് പറയും എപ്പോൾ എപ്പോഴും വളരെ സ്നേഹമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. പക്ഷെ അവർക്ക് തോന്നിയിട്ടില്ല സ്നേഹം ഉണ്ടെന്നുള്ളത്. സ്നേഹം മനസ്സിൽ ഇങ്ങോട്ട് വന്നില്ലെന്നേ ഉള്ളൂ, മനസ്സിലുണ്ടായിരിക്കും. ഉണ്ട്, അത് അമ്മയോട് മാത്രമേ ഉള്ളൂ, അമ്മയോട് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ പറയാൻ കാരണം എന്നറിയാമോ? ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുവാണെങ്കിൽ, ഇപ്പൊ അമ്മ അവിടെ ഇരിക്കുവാന്ന് വിചാരിച്ചോ, ഇപ്പൊ അവിടെ ഒരു കസേര എടുക്കുക, പുള്ളി ഇപ്പൊ ഇവിടെ ഇരിക്കും. ഇപ്പൊ ഞാനിവിടെ ഇരിക്കണം, അങ്ങനെ ദൂരം പുള്ളി ഇരിക്കുള്ളൂ കേട്ടോ. ഓടിപ്പോയി അമ്മയുടെ അടുത്ത് പോയി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കും. ഇതിങ്ങനെ ഇരിക്കും. അമ്മ കിടക്കുവാണ്, അമ്മയുടെ കൂടത്തിൽ കയറി അമ്മേനെ കെട്ടിപ്പിടിച്ചു. അല്ല, അതിനൊരു കാര്യമുണ്ട്. അമ്മമാർക്കൊരു കോംപ്ലക്സ് ഉണ്ട്, അറിയോ? നിങ്ങൾ അമ്മയാകുമ്പോൾ നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ സ്വന്തം മക്കളുണ്ടല്ലോ, ഇന്നലെ വരെ എൻ്റെ സ്വന്തമായിരുന്ന മക്കൾ ഇന്നും അത് വേറെ പുതിയ പെണ്ണ് വന്നു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് മാറി എന്നോട് സ്നേഹമില്ലെന്ന് അമ്മ, ഈ കോംപ്ലക്സ് അമ്മയ്ക്കും ഉണ്ട്. അപ്പോൾ ആ കോംപ്ലക്സ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പലരും അങ്ങനെ കാണിക്കാറുണ്ട്. നിങ്ങളൊരാളിനെ വേണ്ടെന്ന് വയ്ക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. എനിക്ക് വേണ്ട. എന്ത് സാധാരണയായിട്ട് എനിക്ക് വേണ്ട, ഭർത്താവിനേക്ക് വേണ്ട എന്നൊക്കെ പറയുന്നത് പുല്ലുപോലെയാണ് പറയുന്നത് അല്ലേ? ഇപ്പോഴൊക്കെ പോലീസ് കേസ് കൊടുത്ത് അച്ഛന്മാരെ ഇടപെട്ട് എല്ലാവരും ഇടപെട്ടാം. പക്ഷെ എന്നിട്ടും യാതൊരു തീരുമാനമാകുന്നില്ല. പുള്ളിയുടെ ചോദിച്ചൊക്കെ ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് പരാതി കൊടുത്തെന്ന് ചോദിച്ചേ. സാധാരണ പെണ്ണുങ്ങളാണ് കൊണ്ട് കൊടുക്കേണ്ടത്. ഈ പുള്ളി അടുത്തൊരു സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്ത്, അരമന കോടതിയിൽ കൊണ്ട് കൊടുത്ത്. എന്താ പരാതി കൊടുക്കുന്നത്? ഞാൻ പുള്ളിയുടെ വീട്ടിൽ ചെന്നല്ല പുള്ളിനെ കാണിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നേരം ഇന്നലെ രാത്രി മുതൽ ഞങ്ങൾ വന്ന ഇത്രയും നേരിട്ട് ആ കൊച്ചുങ്ങളൊന്നും എടുക്കുക, അത്ര സ്നേഹം ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അത് എടുത്ത് നോക്കിയല്ലേ അറിയത്തുള്ളൂ. സ്കൂളിൽ കാണാൻ ചെന്നാൽ മൂത്ത മകനെ അന്നേരം സ്കൂളിൽ പറഞ്ഞേക്കുവാണ്. അപ്പം വന്ന് കാണിക്കായിരുന്നു, സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് വിളിച്ചു വെക്കണം, സ്കൂളിൽ നിന്ന് വിളിച്ചു വെക്കണം. ഞാൻ കാണാൻ ചെന്നാൽ ഒരു ദിവസം സ്കൂളിൽ ചെല്ലുമ്പോൾ സ്കൂളിൽ പറഞ്ഞേക്കാൻ ഞാൻ വന്നാൽ കാണിക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ചെന്ന് ഇവിടെ കാണിക്കില്ല. ഷീന പറഞ്ഞിട്ടുണ്ട് കൊച്ചെ കാണുന്നുണ്ടെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ തിരിച്ചു വീട്ടിൽ പോയി. ഞാൻ ഇന്നേ വരെ അങ്ങനെ അതായത് സ്കൂളിൽ വിളിച്ചു ചോദിക്കുക. പറഞ്ഞു ഇത്രയും നേരം ഞങ്ങൾ അവിടെ നിന്നിട്ട് ഒരു കൊച്ചിനെ നോക്കുക എടുക്കുക പോലും ചെയ്തിട്ടില്ല. അങ്ങനെ ആളാണ് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞത്. ഇതൊക്കെ ചുമ്മാ അവിടെ സ്നേഹമാണ്. ഇതെന്താ ഇത്? നിങ്ങളുടെ കണ്ണാടിയാണ്, നിങ്ങളുടെ മനസ്സൊക്കെ കണ്ണാടി ഇങ്ങനെ കാണാമായിരുന്നു. എന്താ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് കൊള്ളും നമുക്കറിയുന്നില്ല. നിങ്ങൾ രണ്ടുപേരും സ്നേഹമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് സ്നേഹിക്കാൻ പറ്റാവുന്ന പോലെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്.
അല്ല ഇന്നലെ മുതൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ആയിരുന്നല്ലോ. അവര് എത്ര എതിർത്താലും നിങ്ങളുടെ മക്കളല്ലേ, ഒന്ന് എടുത്ത് കൊഞ്ചി വിളിച്ചാൽ വരികയില്ല. ഞാൻ എന്ത് ചെയ്യണേ? ഞാൻ ചെന്ന കൊച്ചിനെ കാണിക്കല. ക്രൂരമായ ഹീനമായ തെറ്റ് ചെയ്തെന്ന് പറയുന്ന ഒരു ഭാര്യയെ ഏതെങ്കിലും ഒരു ഭർത്താവ് സ്വീകരിക്കുമോ? സിരിയാൻ സൽമാൻ ഞാൻ സിരിയാൻ പറഞ്ഞില്ല. അപ്പൊ അതിൽ നിന്നും തന്നെ നിങ്ങൾ ഈ ഭാര്യയ്ക്കെതിരെ പറഞ്ഞ ആരോപണങ്ങൾ കളവാണെന്ന് ബോധ്യമല്ലേ? എന്ന് വെച്ചാൽ എത്രയോ പേരുടെ കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ ഭാര്യ ഇങ്ങനെ ഒരു അലഞ്ഞു നടക്കുന്ന സ്ത്രീയാണെങ്കിൽ ഏതൊരു ഭർത്താവ് അവളെ സ്വീകരിക്കുന്നത്? ഉപേക്ഷിക്കത്തില്ലയോ? ഉപേക്ഷിക്കാനായിട്ട് എങ്ങനെ ഉപേക്ഷിക്കുന്നത്? എന്ത് എനിക്ക് നിങ്ങളുടെ ഭാര്യ ആരുടെ കൂടെ പോയാലും നിങ്ങൾക്ക് വിരോധമില്ല. കോടതി മുഖേന പോകാനുള്ള സാമ്പത്തികം എനിക്കില്ലല്ലോ. കോടതി മുഖേന പോകുന്ന എന്തിനാ? അതുകൊണ്ടാണ് കൂടെ വിളിക്കുന്നത് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടെ എല്ലാം കാണിച്ചാലും തെറ്റ് ചെയ്താൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. കാരണം വെച്ചാൽ സാധാരണ മനുഷ്യരൊന്നും പൊറുക്കുന്ന കാര്യമല്ല നിങ്ങൾ പറയുന്നത്. ജോബിയുടെ കുട്ടിയല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ല. അങ്ങനെ അളിയന്റെ കുട്ടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടില്ല. അളിയന്റെ കുട്ടിയാണെന്ന് പറയുന്ന ആ സാഹചര്യം ഉണ്ടാക്കിയതും ജോബി തന്നെയാണ്. പിന്നെ കുട്ടികളുടെ കാര്യം ജോബി അന്വേഷിക്കുന്നില്ല. അവരിപ്പം എവിടെയോ ജോലി ചെയ്ത് അവരുടെ കുട്ടികളെ നോക്കുന്നു. കുട്ടികളുടെ കാര്യം ഈ 7 വയസ്സുള്ള കുട്ടി 2 വയസ്സുള്ള കുട്ടിക്കൊക്കെ ട്രീറ്റ്മെന്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? കുട്ടികളുടെ കാര്യം അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൈസ ആയിട്ട് ചെല്ലുമ്പോൾ പൈസ മേടിക്കില്ല. എൻ്റെ കുഴപ്പമില്ല. പൈസ ആയിട്ട് പല പ്രാവശ്യം വീട്ടിൽ ചെന്നാൽ, പക്ഷേ അന്നേരം ഇവിടെ പൈസ വേണ്ട, എനിക്ക് നിങ്ങളുടെ പൈസയും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് നിങ്ങളുടെ യാതൊരു സഹായവും വേണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ എന്നാ ചെയ്യേണ്ടത്? ജോബിക്കിപ്പം ജോബിയുടെ അമ്മ പ്രായമായി, അപ്പൻ പ്രായമായി, അവരെയൊക്കെ നോക്കാൻ വേണ്ടി ഒരു സെർവൻറ്റ്, പിന്നെ ജോബിക്ക് ഭാര്യയുടെ ഭാര്യ എന്ന നിലയിൽ ആവശ്യമുണ്ടെങ്കിൽ അതിനും വേണ്ടി ഒരു സ്ത്രീ. ഒരു ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞാൽ ഭാര്യ ആയിട്ടൊരു അവരെ സംരക്ഷിക്കാവുന്നുള്ള എല്ലാ ചുമതലകളും ഏറ്റിട്ടാണ് ഭർത്താവ് സ്വീകരിക്കുന്നത്. ഞാനിങ്ങനെ ഈ പുള്ളിക്കാരൻ മറ്റേ പുള്ളി കയറി പിടിച്ച കാര്യം പറഞ്ഞപ്പം ഈ പുള്ളി അവിടെ പറഞ്ഞതെന്നറിയാം, സാറേ ഇനി അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ അവിടെ സാറിനോട് വന്ന് പറഞ്ഞോളാന്ന്. അപ്പം അത്രേ ഉള്ളൂ പുള്ളിക്കാരൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മതി. പിന്നെ സാറിനോട് അവിടുത്തെ എസ് ഐയോട് പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാവും, അവിടെ ചെന്ന് വന്ന് പറഞ്ഞോളാന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഇല്ലാത്ത അങ്ങനെ ഞാൻ ദേഷ്യം വെച്ച് പറയുമോ? പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിതി തന്നെ അങ്ങനെ ദേഷ്യം വെച്ച് പറയല്ല. അപ്പോൾ ആ പുള്ളി എടുത്ത് വായി ചോദിച്ചു, അപ്പോൾ അത്രയും തനിക്ക് അത്രയ്ക്കുള്ള കപ്പാസിറ്റി അല്ല ഉള്ളടോ എന്ന് ചോദിച്ചു. ജോബിയുടെ അമ്മയും ചേച്ചിയും വന്നിട്ടുണ്ട്, അവരെ വിളിക്കാം. കൂടെ ഷീബയുടെ ചേച്ചിയും വന്നിട്ടുണ്ട്. അമ്മച്ചിയുടെ മോനും അന്നോട് പല കാര്യങ്ങളും പറഞ്ഞു. കേട്ടിട്ട് വിശ്വസിക്കണോ വിശ്വസിക്കാൻ പാടില്ലോ എന്ന് ഞങ്ങളെല്ലാവരും കൂടി അന്തം വിട്ടിരിക്കുകയാണ്. ഇതേതാണ് സത്യം, ആര് പറയുന്നതാണ് സത്യം ഞങ്ങൾക്കറിയില്ല. അമ്മച്ചിക്ക് മോനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഏറ്റവും ഇളയ മകനായത്. ഞങ്ങൾ കല്യാണം കഴിപ്പിച്ച് 6 വർഷം കഴിഞ്ഞ് 7ാമത്തെ വർഷമായത്. അതിനിടയ്ക്ക് മോളെ ഞാനൊരു കുറ്റം അങ്ങനെ പറഞ്ഞിട്ടില്ല, വീട്ടിൽ നിൽക്കണില്ല. മൂത്തൊരു കൊച്ചുണ്ടായി, ആ കൊച്ചിനെ ഞങ്ങളുടെ സ്കൂളിൽ ചേർത്തതാണ്. അവരവിടുന്ന് ബുക്കും കുറേയൊക്കെ കൊടുത്തു വിട്ടതാണ്. ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു, ഇപ്പോൾ പിള്ളേരില്ല, നമ്മുടെ സ്കൂളിൽ വന്നാകണം, പിള്ളേർ അവിടെ കൊണ്ട് ചേർക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ട് ചേർത്താണ്. വെള്ളിൽ കൂടെ പോയി ചേർത്തതാണ്. അവിടുന്ന് പിറ്റേ ദിവസം ഷീന കൊച്ച് പിന്നെ ഞങ്ങളറിയാതെ അവിടെ ചെന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ച് കുട്ടിയുടെ കൊണ്ട് ചേർത്ത് കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരമായപ്പോൾ അവൾ വീട്ടിൽ വന്നു. വീട്ടിൽ വെച്ച് പറഞ്ഞു, അമ്മേ ഞാൻ ഇതിനാ കുട്ടിയുടെ കൊണ്ട് ചേർത്ത് കേട്ടോ. ഞാൻ ചോദിച്ചു, അതെന്തിനാ മോനെ അവിടെ കൊണ്ട് ചേർത്തത്? എന്നാലും നീ അവിടെ നിൽക്കണ്ടേ? ഞാൻ വല്ലപ്പോഴൊക്കെ നിൽക്കാം, എന്നും നിൽക്കുന്നില്ല. അവൻ്റെ പേടി മാറുന്നവരൊക്കെ ഞാൻ 1-2 ദിവസം നിൽക്കാം. അത് കഴിയുമ്പോൾ ചേച്ചിയുണ്ട് അമ്മയൊക്കെ ഉണ്ടല്ലോ, അവർ പോയി കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു. എന്നാലും ജോലിയോട് വരും ചോദിച്ചില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവിടെ നിൽക്കും, ഇങ്ങോട്ട് ഇവിടെ ആഴ്ച ഇങ്ങോട്ട് വരുകയും ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. എന്നെ സമാധാനപ്പെടുത്തി. പിറ്റേ ദിവസം അങ്ങോട്ട് പോവുകയും ചെയ്തു. പിന്നെ ഈ ആളെ കണ്ടിട്ടില്ല. അല്ല, പുള്ളിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞിരുന്നോ? പറഞ്ഞില്ല. അത് നുണയാണ്, അത് നുണയാണ്. ഒന്നും പറഞ്ഞിട്ടില്ല, അതൊക്കെ ചുമ്മാ തന്നിച്ച് പറയുന്നത്. സത്യമായിട്ട് അങ്ങനെയല്ല, അല്ല പറഞ്ഞിട്ടില്ല എന്നുള്ളത്. പറഞ്ഞെങ്കിൽ അമ്മയോട് പറയണ്ടേ? ആ വീട്ടിലുള്ള വലിയൊരു അമ്മച്ചിയാരോടുള്ളപ്പോൾ അവരോട് പറയണ്ടേ? അത് ഇങ്ങനെ കള്ളത്തരത്തിൽ അങ്ങനെ പോയി മോനെ വന്ന് അവിടെ ചേർത്തിയത്. എന്നിട്ടിപ്പോൾ നിങ്ങൾ പറഞ്ഞു എന്ന് എല്ലാ അയാളുടെ പേര് കുറ്റം പറയാൻ. ഞാൻ പറഞ്ഞേക്ക്, അത് ഇംഗ്ലീഷ് മീഡിയം അല്ല, മലയാളം മീഡിയം ആണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഈ കാലത്ത് ആരെങ്കിലും മലയാളം മീഡിയത്തിൽ പഠിപ്പിക്കും. അതൊക്കെ സാരമല്ല, അതൊക്കെ ഇരിക്കട്ടെ. പറയാതെയാണോ കൊണ്ടുപോയി ചേർത്തിയത്? പെട്ടെന്ന് എല്ലാം പറഞ്ഞോണ്ടാണ് പുള്ളി അറിഞ്ഞോണ്ടാണ് കൊണ്ടുപോയത്. അവരുടെ വാക്ക് കേട്ടോണ്ട് പുള്ളി അങ്ങനെ പറയണം. നിങ്ങൾ പറയുന്നു ഇത്രയും മോശമായ മരുമകളാണെന്ന്, അതായത് മകൻ പറയുന്നു. ഇങ്ങനെ അങ്ങനെ ഒരു മരുമകൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല, അതിപ്പം ഞാൻ അങ്ങനെ പറയുന്നില്ല. എന്നാലും കഴിവണത് എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട്
മകളൊക്കെ കല്യാണം കഴിപ്പിച്ചത് നമുക്കൊരു ആശ്രയത്തിന് വേണ്ടിയല്ലേ. അപ്പം വീട്ടിൽ നിൽക്കണം, അവിടെ പോയി നിൽക്കണം. ആദ്യമേ തന്നെ ജോലിക്ക് വിട്ടു, മാർബിളി ജോലിക്ക് പോയി. അമ്മ ഒന്ന് കൂട്ടിക്കൊണ്ട് പോയി, ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. പക്ഷേ ചേർത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ആഴ്ച തോറും പോവും. ശനിയാഴ്ച വൈകുന്നേരം ചെന്നിപ്പം പിള്ളേരെ ചെന്ന് കൊണ്ടുവരും, തിങ്കളാഴ്ച രാവിലെ വണ്ടിയെ കൊണ്ട് ആക്കും. അങ്ങനെയായിരുന്നു. അവസാനം ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് ഒട്ടും ഇല്ലാതെയായി. ഇവൻ പിന്നെ ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കുകയില്ല, ഇങ്ങോട്ട് വരവില്ല, പോക്കും ഒന്നുമില്ല. മരുമകളെ കുറിച്ച് ഒരുപാട് സംശയമാണല്ലോ മോന്. എപ്പോൾ നോക്കിയാലും സംശയിച്ചുകൊണ്ട് നേരെങ്കിലും പെണ്ണുങ്ങളെ കൂടെ നിൽക്കും. സാറേ ഞാനതൊരു കാര്യം പറയാമല്ലോ, ഞാൻ പറഞ്ഞ തെറ്റ് വിചാരിക്കരുത്. ഒരു പെണ്ണ് എനിക്കും കൂടി സുഖമില്ലാത്തപ്പോൾ അവൻ്റെ കൂടെ നടന്ന് അവനെ സഹായിക്കുമോ? ഒരു ഗ്ലാസ് വെള്ളം അവനെ അനത്തി കൊടുക്കുമോ? ഇപ്പോൾ ഞാൻ എപ്പോഴും ചെയ്ത് കൊടുക്കാൻ എനിക്ക് പറ്റുമോ? എനിക്ക് ഇപ്പോൾ പെങ്ങള് പറയട്ടെ, പേരെന്താ? ജെസി. അച്ഛനെ കുറിച്ച് കുറേ പരാതി പറഞ്ഞു, ഒരു പരാതി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാം കൂടി പറഞ്ഞു എന്ന് അതേ അച്ഛൻ അങ്ങനത്തെ ഒരാളാണ്, ഞങ്ങളിങ്ങനെ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ സിസ്റ്റർ അല്ലേ? അതെ. കഴിഞ്ഞ എപ്പിസോഡിൽ ഷീന പറഞ്ഞത് ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞില്ലല്ലോ അച്ഛൻ ആ ജോബി വിടില്ല, എന്നാൽ വാടി കിടക്കടിയെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഇങ്ങനെ പിടിച്ചു. അപ്പം ചാട്ടി ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ ഓടി ഇറങ്ങി പെങ്ങളെടുത്തു. പെങ്ങൾ എന്നാ പറഞ്ഞെന്നറിയോ? ഷീന, ഈ പുള്ളിക്കാരൻ ഇങ്ങനെയാ കുടിച്ചു കഴിഞ്ഞ് ഇതാ ഊത്തുന്നത്, ഞങ്ങൾ എന്തോരം പ്രാവശ്യം മലവഴി. ശരിയാണ്. ഒരിക്കലും അച്ഛൻ അങ്ങനത്തെ ആളല്ല. ഞങ്ങളുടെ അച്ഛനാ? അച്ഛൻ അങ്ങനത്തെ ഒരാളല്ല. 85 വയസ്സായ ഒരു മനുഷ്യൻ. അത് ഞാൻ ഒരു നിങ്ങൾ പറഞ്ഞു അതേ അച്ഛൻ അങ്ങനെയാണ്, ഞങ്ങളെല്ലാം ഓട്ടിച്ചോടിച്ച് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെന്താ ഇവരെന്തെങ്കിലും കള്ളു കുടിക്കുമ്പോ അങ്ങനെ ഞങ്ങളെ വഴക്ക് പറയാം, ഓടിക്കും. കാരണം പറഞ്ഞ അനുസരിക്കരുതെന്ന് പറഞ്ഞ് തല്ലാൻ വേണ്ടി ഓടിച്ചിട്ടുണ്ട്. തല്ലാൻ വേണ്ടി ഓടിച്ചു. അല്ലാതെ ഒന്നും അങ്ങനെ അല്ലാതെ വേറെ സ്വഭാവങ്ങളൊന്നും ഇവരുമായിട്ട് അങ്ങനെ ഒരു പ്രാവശ്യം അങ്ങനെയൊക്കെ എന്തോ മോശമായ രീതിയിൽ പെരുമാറി എന്ന് പറയുന്നല്ലോ. കണ്ണും കാണാൻ പാടില്ല, ചെവിയും കേൾക്കാൻ പാടില്ല. അവൻ പറഞ്ഞ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല.